വളരെ അപകടകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നൂറ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ പോയിട്ട് എൻ്റെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പം വളരെ ഹോറിബിളായിട്ടൊരു റിസൾട്ടാണ്. ഞാനൊരു രോഗിയല്ല, പക്ഷേ എൻ്റെ ശരീരത്തിൽ നിശബ്ദമായിട്ട് ഒരു റിസ്ക് അക്യുമുലേറ്റ് ചെയ്യുന്ന അതിഭീകരമായൊരു അനുഭവം. യുദ്ധം തുടങ്ങിയിട്ടില്ല, പക്ഷേ യുദ്ധത്തിന് വേണ്ടി കച്ച കെട്ടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. അത്രയും ഹോറിബിളായൊരവസ്ഥ, ഒരു ഡയഗ്നോസിസാണ് എനിക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും ഈ ഡയഗ്നോസിസ് കിട്ടിയപ്പം തന്നെ ഞാൻ പറഞ്ഞു, നമുക്കൊരുമിച്ച് ഇതുപോലെ റിസ്ക്കുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഞാൻ അവിടെ തന്നെ ചോദിച്ചു, ഒരുപാട് പേർക്ക് ഈ റിസ്ക്കുകൾ കാണുന്നുണ്ട്. നമുക്ക് അമിതമായിട്ടുള്ളൊരു കുടവയറുണ്ടെങ്കിൽ അതിനർത്ഥം ഈ റിസ്ക് നമുക്ക് ഓൾറെഡി ഉണ്ട് എന്നാണ്. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. മെറ്റബോളിക് സിൻഡ്രോംസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അസുഖമൊന്നുമല്ല, 5 അപകടകരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാക്കിയപ്പെട്ട ഒരു കൂമ്പാരമാണ്, ഒരു പ്രോബ്ലമാണ് മെറ്റബോളിക് സിൻഡ്രോം. മെറ്റബോളിക് സിൻഡ്രോം അത് ഒറ്റ രോഗമല്ല, 5 അപകടകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചേർത്ത് വെച്ചൊരു ക്ലസ്റ്ററാണ് നമ്മുടെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപകടകാരികളായിട്ടുള്ള 5 വസ്തുക്കൾ എന്തൊക്കെയാണ്? എനിക്കിതിൽ 4 എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ള വളരെ ഭീകരമായൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു 6 മാസം മുമ്പ് 6-7 മാസം മുമ്പ് എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നിന്നപ്പോൾ ഇതിൽ എനിക്ക് 2 റിസ്കേ ഉണ്ടായിരുന്നുള്ളൂ. 2 ഇല്ലായിരുന്നു, ഒറ്റ റിസ്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 4 എണ്ണമായി മാറി എന്നുള്ളതാണ്. എൻ്റെ വ്യായാമത്തിൻ്റെ കുറവ് വന്നു, ഭക്ഷണത്തിൽ കുറച്ചൊരു അശ്രദ്ധ വന്നു. ഇത്ര ചെറിയൊരു മാറ്റം കൊണ്ട് എന്നിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അതിഭീകരമായിട്ടൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. നമ്മളിൽ പലർക്കും ടെസ്റ്റുകൾ ചെയ്താൽ ഈ ഭീകരാവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഒരു യുദ്ധം അരങ്ങേറുന്ന നാടിനേക്കാളും ഭീകരമായിട്ടുള്ളൊരു ശാരീരിക അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവാം. എന്തൊക്കെയാണ് 5 അപകടകരമായിട്ടുള്ള പ്രശ്നങ്ങൾ? 1, ബെല്ലി ഫാറ്റ്. എൻ്റെ ടെസ്റ്റ് നോക്കിയപ്പം ഈ ബെല്ലി ഫാറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ മസിലിനേക്കാളും എത്രയോ അധികമായിരുന്നു. പിന്നെ രണ്ടാമത്തേത് ബ്ലഡ് ഷുഗറിൻ്റെ, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുക എന്നുള്ളതാണ്. ഹൈ ബ്ലഡ് ഷുഗർ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നോർമലാണ്. എൻ്റെ HbA1c വളരെ നോർമലാണ്. ഞാൻ അതിന് തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. പിന്നെ കണ്ടത് ഹൈ BP ആണ്. BP കൂടിയൊരവസ്ഥ. ഒരുപക്ഷെ എനിക്ക് അവിടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ, എനിക്കൊരിക്കലും BP ഇല്ലാത്ത ആളാണ്, പക്ഷെ 2 സാഹചര്യത്തിൽ എനിക്ക് ഈ BP കൂടിയൊരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, ഈ മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പം എൻ്റെ ശരീരത്തിൽ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. മെഡിക്കൽ ചെക്കപ്പെങ്ങാനും എന്തെങ്കിലും എനിക്ക് ക്യാൻസറോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ ഗതി മറ്റൊരു രീതിയിലേക്കാവുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ എന്നിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് BP കുറച്ച് ഹൈ ആയിരുന്നു. ബ്ലഡ് പ്രഷർ കൂടുക എന്നുള്ളതാണ് ഈ മെറ്റബോളിക് സിൻഡ്രോമത്തിൻ്റെ അടുത്തൊരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീടുള്ളൊരു കണ്ടൻറ്റ് ഹൈ ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ഒരുപക്ഷെ എനിക്ക് മുമ്പൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ട്രൈഗ്ലിസറൈഡ് നോർമലായിരുന്നു. ഒരുപക്ഷെ എന്തായിരിക്കും എൻ്റെ ട്രൈഗ്ലിസറൈഡ്സ് ഇത്ര കൂടാൻ കാരണമായത്? ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗറിൽ നിന്നൊക്കെ ഡയറക്റ്റായിട്ട് നമ്മുടെ ലിവറിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്ന തരം ഫാറ്റാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു റമദാൻ കാലമായിരുന്നു, ഒരുപാട് ജ്യൂസുകൾ കഴിച്ചിരുന്നു, ചായ അധികമായിട്ട് കഴിച്ചിരുന്നു, അതിലൊക്കെ പഞ്ചസാര ഇട്ടിരുന്നു. അതിന് മുമ്പ് ഞാൻ പഞ്ചസാര വളരെ കൺട്രോൾഡ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ എനിക്ക് ട്രൈഗ്ലിസറൈഡ്സ് നോർമലായിരുന്നു. ഇത് 456 എന്നുള്ള രീതിയിലാണ് ട്രൈഗ്ലിസറൈഡ്സ് കിട്ടിയത്. ഒരുപക്ഷെ മെറ്റബോളിക് സിൻഡ്രോത്തിൻ്റെ അടുത്തൊരു കമ്പണൻ്റാണ് ഹൈ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടുക എന്നുള്ളത്. പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു തരം ലിപ്പോ പ്രോട്ടീനാണ് HDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ HDL കൊളസ്ട്രോളും എനിക്ക് പൊതുവേ നോർമലായിരുന്നു, അല്ലെങ്കിൽ ആവശ്യത്തിലേറെ എന്തെങ്കിലും കുഴപ്പമില്ല, നല്ലതായിരുന്നു. പക്ഷേ ഇത് ലോ ആണ് കാണിച്ചത്. ഒരുപക്ഷെ മറ്റ് സമയങ്ങളിലൊക്കെ മീൻ ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നെങ്കിലും ആ ഫാസ്റ്റിങ്ങിൻ്റെ ഡ്യൂറേഷനിൽ ഞാൻ അധികം മത്സ്യങ്ങൾ കഴിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ലോ HDL കിട്ടിയത്. ചുരുക്കി പറഞ്ഞാൽ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 5 ക്രൈറ്റീരിയകളിൽ ഏതെങ്കിലും 3 എണ്ണം ഉണ്ടായാൽ തന്നെ അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം ആണ്. അത് അപകടകരമായിട്ടുള്ള ഒരു സോണിലാണ് നമ്മൾ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. 1 ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. 1, 2 ആവാനും, 2, 3 ആവാനും, 4 ആവാനും, 5 ആവാനും എനിക്ക് വെറും 6 മാസത്തെ സമയം എടുത്തുള്ളൂ. അതിൻ്റെ മുമ്പേ ആയിട്ടുണ്ടാവാം, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു അപകടാവസ്ഥയെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇതിനെക്കുറിച്ച് എനിക്കൊരു CME അറ്റൻഡ് ചെയ്യേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഒരുപാട് മെറ്റീരിയൽസാണ് ഞാൻ ഇതിലൂടെ പാസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്.
അപ്പോൾ ഇതിൽ 5-ൽ 3 ഉണ്ടെങ്കിൽ നമ്മൾ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു പ്രഷർ കുക്കർ പോലെയാണ്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ വാൽവുകളും ബ്ലോക്കായി കിടക്കുന്നൊരവസ്ഥയാണ്. ഓക്കെ.